ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്നത്തെ വായന വേദഭാഗം ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം. എന്നാൽ രാജാവ് തൻ്റെ മകനെക്കുറിച്ച് വ്യസനിച്ചിരിക്കുന്നു എന്ന് ആ ദിവസം ജനം കേട്ടതുകൊണ്ട് അന്നത്തെ ജയം ജനത്തിനൊക്കെയും ദുഃഖമായി തീർന്നു. ദാവീദിന്റെ ജീവിതത്തിലെ അനന്തമായ ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു ഇടയ ബാലനെ ദൈവം ഉയർത്തുന്നതും അതോടൊപ്പം ദാവീദ് തൻ്റെ ജീവിതത്തിൽ തരണം ചെയ്ത ജീവിത സാഹചര്യങ്ങളും നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ ജീവിതത്തിൽ സംഘർഷങ്ങളും വീഴ്ചകളും ഉണ്ടായാലും ദൈവം നമ്മെ അതിൽ നിന്നും വീണ്ടെടുക്കുന്നു എന്ന് ഇന്നത്തെ വായനാഭാഗത്തു നിന്നും നാം മനസ്സിലാക്കുന്നു. ഈ സംഭവത്തിൽ നിന്നും രണ്ട് ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, വേദനയിൽ നിന്നും ഉത്തരവാദിത്വത്തിലേക്ക്. അബ്ശാലോം രാജകുമാരന്റെ മരണത്തിൽ ദാവീദ് അതിയായ ദുഃഖത്തിലായിരുന്നു. എന്നാൽ യോവാബ് ദാവീദിനെ തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നുവെന്ന് 19-ാം അധ്യായത്തിൽ നാം കാണുന്നു. തുടർന്ന് രാജാവ് തൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഇത്തരത്തിൽ ദുഃഖങ്ങൾ സ്വാഭാവികമാണ്. വേർപാട് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. എന്നാൽ നാം അതിൽ കുടുങ്ങിക്കിടക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ വേദനയിൽ നിന്നും ദൈവം നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. ഈ ലോക ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലൂടെയും നാം കടന്നുപോയേ മതിയാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിക്കാതെ കുറച്ചുകൂടി വിശ്വസ്തയോടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമതായിട്ട്, പ്രതികാരത്തിൽ നിന്നും ക്ഷമയിലേക്ക്. തന്നെ ശപിക്കുകയും അപമാനിക്കുകയും ചെയ്ത ശിമെയി ഇവിടെ ദാവീദ് രാജാവിൻ്റെ അരികിലേക്ക് വന്ന് ക്ഷമാപണം നടത്തുന്നതായി 19-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ക്ഷമ എന്നത് ദൈവിക സ്വഭാവമാണ്. അതിനാൽ പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദാവീദ് രാജാവ് ശിമെയോട് ക്ഷമിക്കുന്നതായി നാം ഇവിടെ വായിക്കുന്നു. ക്ഷമിക്കുന്നത് നമ്മുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിൽ ദാവീദിൽ നാം കണ്ട മേന്മകൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനായിട്ട് നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിന് നന്ദി. കഴിഞ്ഞ രാത്രികാലം സുഖകരമായ വിശ്രമവും ഉറക്കവും ഒക്കെയും അവിടുന്ന് നൽകിയല്ലോ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണർന്ന് എഴുന്നേറ്റ് ഞങ്ങളുടെ ജീവിതചര്യയിലേക്ക് പോകുമ്പോൾ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങിൽ ആശ്രയം വെച്ചുകൊണ്ട് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ കൂടി ശ്രവിച്ചതായിട്ടുള്ള കാര്യം, ഞങ്ങളുടെ ജീവിതത്തിലും പ്രയാസങ്ങളും വേദനകളും വേർപാടുകളും ഒക്കെയും ഉണ്ടാകും. എന്നാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുവാനായിട്ടല്ല, ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് നീതി പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഴ്ചയിൽ നിന്നും വേദനകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഞങ്ങളൊക്കെയും ആയിരിക്കുന്നിടങ്ങളിൽ അങ്ങയുടെ ധീര സാക്ഷിയായി സുവിശേഷ വാഹകരായി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദൈവത്തോട് കേട്ട് ഉത്തരമരുളണമേ. ആമേൻ.